1980 ആർ ഗുണ്ട്രാവു നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിൽ മുഖ്യമന്ത്രിയായത്. ഏതാണ്ട് 2 വർഷമേ പുള്ളിക്ക് ആ തസ്തികയിൽ ഇരിക്കാൻ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു. ഈ ഗുണ്ട്രാവുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു. അദ്ദേഹം വാങ്ങിച്ചു എന്ന് വെച്ചാൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിച്ചു എന്നല്ല അർത്ഥം. പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു. കർണാടകത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി എത്തിച്ചേരാൻ തുടങ്ങി. മുഖ്യമന്ത്രി ആകുമ്പോൾ പലവിധ തിരക്കുകളാണ്. മാത്രമല്ല അന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ ഈ റോഡ് ബ്ലോക്ക് ഉണ്ട്. മനുഷ്യർക്ക് ഒരു കാരണവശാലും പോകാൻ കൊള്ളാത്തൊരു നഗരം ഉണ്ടെങ്കിൽ അത് ബാംഗ്ലൂരാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഗതാഗത കുരുക്ക് അതിഭയങ്കരമാണ്. അത്ര വലിയ കുരുക്ക് സത്യത്തിൽ ന്യൂയോർക്കിൽ പോലുമില്ല. ബാംഗ്ലൂരിനോട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂയോർക്കൊക്കെ വളരെ എന്താണ് ആളൊഴിഞ്ഞ വാഹനങ്ങളില്ലാത്ത സ്ഥലമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്ര ഭയങ്കരമായ ബ്ലോക്കാണ് ബാംഗ്ലൂരിൽ. ഈ ഗുണ്ട്രാവുവിൻ്റെ സമയത്ത് ഇപ്പോഴത്തെ അത്രയും ബ്ലോക്കില്ല എങ്കിൽ പോലും ഉണ്ട്. ഏതായാലും ഗുണ്ട്രാവു ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു. അതിൽ കയറി നാട്ടിലെങ്ങും പറന്ന് കിടക്കാൻ തുടങ്ങി. അപ്പോൾ പ്രതിപക്ഷക്കാരെന്ന് പറയുന്ന പാർട്ടീസിന് എപ്പോഴും വലിയ അസൂയാണ്. ഒരാൾ നന്നാവണമെന്ന് അവർക്ക് സഹിക്കില്ല. അന്നത്തെ പ്രതിപക്ഷം അതുപോലെ ചില മാധ്യമങ്ങളൊക്കെ ഗുണ്ട്രാവുവിനെതിരെ സ്ഥിരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇയാൾ ഹെലികോപ്റ്റർ കയറി പറന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പിൽ അത് ഭയങ്കരമായിട്ട് ഏശി. തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗുണ്ട്രാവുവിൻ്റെ പാർട്ടി, അതായത് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. കർണാടകത്തിൽ കോൺഗ്രസിന് അങ്ങനെ അധികാരം നഷ്ടപ്പെടുക പതിവുള്ളതല്ല. ആ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് തോൽക്കുന്നത്. അന്ന് ജനതാ പാർട്ടിയും അവരുടെ സഖ്യകക്ഷിയായിരുന്ന കർണാടക ക്രാന്തി രംഗയും കൂടി ഏതാണ്ട് ഭൂരിപക്ഷത്തോടെ അടുത്ത സീറ്റുകൾ നേടി. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി. പക്ഷേ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ട ഭൂരിപക്ഷം അവർക്ക് കിട്ടിയില്ല. പക്ഷേ കൗതുകകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല, സാക്ഷാൽ ഗുണ്ട്രാവു തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഗുണ്ട്രാവു തോറ്റിയപ്പോൾ ആളുകൾ പിന്നെയും പറയാൻ തുടങ്ങി, ഗുണ്ട്രാവുവിന് തോൽപ്പിച്ച ഹെലികോപ്റ്റർ കയറിയില്ലെങ്കിൽ അയാൾ തോൽക്കുമായിരുന്നില്ല എന്ന്. അന്ന് ഗുണ്ട്രാവു പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുണ്ട്രാവു അല്ല ഹെലികോപ്റ്റർ കയറിയത് കർണാടക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ വാങ്ങിച്ചത്. അല്ലാണ്ട് ഗുണ്ട്രാവുവിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്ന്. പക്ഷേ ജനങ്ങൾക്ക് അത് ബോധ്യമായില്ല. അങ്ങനെ ഗുണ്ട്രാവു തോറ്റു, കോൺഗ്രസ് തോറ്റു. കർണാടകത്തിലും കോൺഗ്രസ്സിന് തോൽക്കാൻ കഴിയും എന്ന് ആ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പിണറായി സഖാവ് കേരള മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. ഹെലികോപ്റ്റർ മാത്രമല്ല, അതിൻ്റെ പൈലറ്റിനും വാടകയ്ക്കെടുത്തു. അങ്ങനെ പൈലറ്റായി, ഹെലികോപ്റ്ററായി. വിജയൻ സഖാവ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വല്ല പാർട്ടി സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ അതിൽ കയറി യാത്ര ചെയ്യും. അല്ലാത്തപ്പോഴൊക്കെ പുള്ളി സാധാരണ കാറിൽ തന്നെ യാത്ര ചെയ്യും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പിണറായി സഖാവ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ അവിടെ വെറുതെ മുറ്റത്ത് തുരുമ്പുടിച്ച് കിടക്കുകയാണ്. അതിന് യാതൊരു ഉപയോഗവുമില്ല, ഉപകാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ മുറ്റത്തൊരു ഹെലികോപ്റ്റർ വെറുതെ കിടക്കുന്നു. അതിന് യാതൊരു ഉപകാരവും ഇല്ല, ഉപയോഗവുമില്ല. മാസം വാടക കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യണം. ഇത് പറഞ്ഞാൽ മുറ്റത്ത് കിടന്ന് തുരുമ്പ് പിടിച്ച് പോയാൽ മോശമല്ലേ? ആർക്കാ മോശം? കേരള മുഖ്യമന്ത്രിക്കാണ്, കേരള സംസ്ഥാനത്തിനാണ്. അപ്പോൾ വല്ലപ്പോഴെങ്കിലുമൊക്കെ ഇതൊന്നും ഉപയോഗിക്കുന്നതല്ല. മാത്രമല്ല, കേരള മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പാകത്തിന് ധൈര്യവും ശൗര്യമൊക്കെയുള്ള ആളാണ് എന്ന ആളുകൾ തിരിച്ചറിയുകയും ചെയ്യും. അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ, ഡിവൈഎഫ്ഐക്കാർ, എസ്.എഫ്.ഐക്കാരൊക്കെ ഇദ്ദേഹത്തെ പരിഹസിക്കും. വീട്ടിൻ്റെ മുറ്റത്ത് ഹെലികോപ്റ്ററിനായിട്ടും വി.ഡി. സതീശനത് ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ കയറാൻ പേടിയാണ്. ഇദ്ദേഹം ഈ കാണുന്ന പോലെയുള്ള ധൈര്യമൊന്നുമില്ല. ഇതൊക്കെ വെറും പിപ്പിടി വിധിയാണ് എന്ന് വിചാരിക്കും. അതുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് കരുതി സതീശൻ അതിൽ കയറി തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെ വന്നു എന്നുള്ളത് സത്യമാണ്. പുള്ളി പറയുന്നത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കേരളത്തിലേക്ക് വലിയ സ്വകാര്യ മൂലധനം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഒരു കാറിൽ കയറിയാണ് ഈ നിക്ഷേപകരെ കാണാൻ വരുന്നതെങ്കിൽ അവർക്ക് കേരള സംസ്ഥാനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇപ്പോൾ ഉള്ളൊരു മതിപ്പിന് വലിയ മങ്ങലുണ്ടാവും. നേരെ മറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ ആകാശക്കൂടി ഡ്രർ എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിലാണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവർ വളരെ ഇമ്പ്രസ്ഡ് ആവും. എന്ന് മാത്രമല്ല, വലിയൊരു സംഖ്യ കേരളത്തിൽ നിക്ഷേപിച്ചിടാം എന്ന് അവർ വിചാരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ നിക്ഷേപകരുടെ മുമ്പിൽ നമ്മുടെ ഒരു അന്തസ്സ് വീണ്ടെടുക്കണം, നമ്മുടെ അന്തസ്സ് നിലനിർത്തണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഹെലികോപ്റ്റർ കയറിയത്. അല്ലാണ്ട് ഹെലികോപ്റ്റർ കയറാനായിട്ട് വലിയ പൂതി ഉണ്ടായിട്ടൊന്നുമല്ല.
അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടി. അപ്പോൾ സമയലാഭമുണ്ട്, സൗകര്യവും ലാഭമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ചൊരു ഇമ്പ്രഷനും ഉണ്ടാവും. അതിന് വേണ്ടി മാത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വിശദീകരണം തൃപ്തികരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഇതിലെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? മുഖ്യമന്ത്രിക്കും അതുപോലുള്ള ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി ഇല്ലാത്തപ്പോൾ ചെന്നിത്തലയ്ക്ക് യാത്ര ചെയ്യാം. ഇവർ രണ്ടുപേരും ഇല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോ വേറെ ഏതെങ്കിലും സാഹിബന്മാർക്കോ ഇതിൽ ഇത് ഉപയോഗിക്കാവുന്നുള്ളൂ. എനിക്ക് ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ പോലീസ് മേധാവിക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് യാത്ര ചെയ്യേണ്ട സാധനമല്ലേ, അല്ലാണ്ട് നമ്മുടെ പത്രാസ് കാണിക്കാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ ചെയ്തതിൽ യാതൊരു തെറ്റുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു വിവാദം എന്താ വെച്ചാൽ സതീശൻ്റെ ഭാര്യാപിതാവ് ശ്രീ വേലായുധൻകുട്ടി സാർ ശയ്യാവലംബിയാണ്, അദ്ദേഹത്തിന് ന്യൂമോണിയാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയാണ് സതീശൻ അവിടുന്ന് പറന്നു വന്നത് എന്നാണ്. പക്ഷേ സതീശൻ പറഞ്ഞ അങ്ങനെയല്ല, നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നും യാതൊരു കാര്യമില്ല. സതീശൻ്റെ ഭാര്യാപിതാവ് ശയ്യാവലംബിയായി ആശുപത്രി കിടക്കുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകേണ്ട ആരാണ്? സതീശൻ തന്നെയാണ്. അല്ലാതെ അതിന് പറയാം ജോസഫ് വാഴക്കനെ വിട്ടാൽ മതിയാവും, അത് പറ്റില്ല. അല്ലെങ്കിൽ പറവൂരിലേതെങ്കിലും ഡൂക്ലി കോൺഗ്രസ്സുകാരനെ വിട്ടാൽ മതിയോ? അതും മതിയാവില്ല. ഇനി ഒരു ഇൻവെസ്റ്ററെ കാണാനില്ല എന്ന് തന്നെ വെച്ചോ. എങ്കിൽ തന്നെ എന്താ, ഇടയ്ക്കിടയ്ക്ക് ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കറങ്ങുന്നതിനൊരു അന്തസ്സാണ്. അത് കേരള മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, കേരള സംസ്ഥാനത്തിനും ഒരന്തസ്സാണ്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ സർവാത്മന പിന്തുണയ്ക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനി മേലിൽ ഹെലികോപ്റ്ററിൽ പോയാൽ മതി. എന്തിനും മനുഷ്യർ ബുദ്ധിമുട്ടിച്ച് റോഡ് മാർഗം പോകുന്നത്? നമുക്ക് ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഹെലികോപ്റ്ററിൽ തന്നെ പോവാം, അത്ര തന്നെ.